നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്ന് ഗാർഗി പറഞ്ഞ പോലെ അത് ഇത് തന്നെ ആവാനാണ് സാധ്യത. വിശാൽ സാറിന്റെ മുറിയിലിരുന്ന ഇതമ്മ കണ്ടുപിടിക്കും. നീ ഇത് എന്നെ ഏൽപ്പിക്കുന്ന കാര്യം വിശാലിന് അറിയോ പാർവതി? ഇല്ല, വിശാൽ സാറിനോട് ഞാൻ പറഞ്ഞോളാം. ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളുണ്ട്. ഇതെന്ന് പട്ടുകൊണ്ട് ചുറ്റിക്കെട്ടിയത് കണ്ടപ്പോഴേ എനിക്കത് തോന്നിയതാ. ശരിക്കും എന്താ ചെറിയമ്മ ഇത്? ഗായത്രി ചേച്ചിയുടെ മനസ്സായതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വിശാൽ സാർ പറഞ്ഞത് ഗായത്രി അമ്മയുടെ ജീവൻ തന്നെ ഇതെന്നാ. ഇങ്ങനെ സസ്പെൻസ് ഇടാതെ എന്താ സംഭവം ആരെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് പറയും. പറയാം. ആർക്കും കിട്ടാത്ത ഒരു സമ്മാനം വേണോന്ന് വിശാൽ സാർ ആവശ്യപ്പെട്ടപ്പോ ഗായത്രിയമ്മ കൊടുത്ത സമ്മാനമാ ഈ പെട്ടി. ഇത് തുറക്കുമ്പോ പാട്ടൊക്കെ കേൾക്കും. ഇതിലെന്തൊക്കെയോ സൂത്രങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോഴാ ഗായത്രിയമ്മയ്ക്ക് ഫോൺ വന്നത്. അതിനുശേഷം പുറത്തുപോയ ഗായത്രിയമ്മ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോ ഇത് കാരണമാണോ ഗായത്രിയമ്മ മരിച്ചത്? അതൊന്നും എനിക്കറിയില്ല ഗാർഗി. ആണോ ചെറിയമ്മ? ഗായത്രിയമ്മയുടെ മരണവും ഈ പെട്ടിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ? ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളുണ്ടെന്ന് പാർവതി പറഞ്ഞില്ലേ? അത് സത്യ. പക്ഷെ സൂത്രങ്ങളല്ല, രഹസ്യങ്ങൾ. അത് വെളിച്ചത്ത് വന്ന പ്രഭാവതിയുടെ ആരും കണ്ടിട്ടില്ലാത്ത മറ്റൊരു മുഖം തുറക്കപ്പെടും. ചെറിയമ്മ ഒന്ന് തെളിച്ചു പറയൂ. ഇല്ല മോളെ, അത് പറയേണ്ട ആള് ഞാനല്ല. സമയാവുമ്പോ എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പോ ഞാൻ സംശയിച്ചത് ശരി തന്നെയാവും. അമ്മ തിരയുന്നത് ഇത് തന്നെയാ. അമ്മയ്ക്കിതിനെ നല്ല പേടിയാ. ഇത് തിരഞ്ഞ് അമ്മ കയറാൻ ശ്രമിക്കാത്ത ഒറ്റ മുറിയേ ഈ വീട്ടിലുള്ളൂ. അത് ചെറിയമ്മയുടെ മുറിയാ. അതുകൊണ്ടാ ഞാനിത് ചെറിയമ്മയെ ഏൽപ്പിക്കാൻ വന്നത്. ഇത് ഇവിടെ വെച്ചാലും പ്രഭാവതിയുടെ കയ്യിൽ കിട്ടില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നേ. അതെന്താ ചെറിയമ്മ? ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഇതിന് കാവലുണ്ട്. ചെറിയമ്മയുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കാൻ എന്നെ തോന്നിപ്പിച്ചതും ആ ആത്മാവ് തന്നെയാവും. ഇത് ചെറിയമ്മ വെച്ചാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.